ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് 2 days കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് വേറെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങി. ഇവിടെ നിന്ന് 5 മണിക്കൂറുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ഡ്രൈവ്. അവിടെ പോയിട്ട് അവരെയും കണ്ടിട്ട് ഞങ്ങൾ പോവാം. വണ്ടി അവരുടെ കയ്യിൽ കൊടുക്കണം. ഞങ്ങൾ കാറ്റ്വിക് എയർപോർട്ടിൽ നിന്നാണ് പോണത്. അപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് എത്ര മിനിറ്റ് ഉണ്ടോടാ കാറ്റ്വിക്കിലേക്ക്? 20 minutes 25 minutes ഉള്ളൂ. അപ്പോൾ വണ്ടി അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും. അതാണ് ഇപ്പോഴത്തെ കറണ്ട് പ്ലാൻ. വേറൊരു കാര്യം കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും എടുക്കുന്നത്. എൻ്റെ മുടി കയ്യോ വെയിൽ വന്നാൽ കാണാം. എൻ്റെ മുടി കണ്ടോ? എൻ്റെ മുടി ഞാൻ കളറടിച്ചു. ഇത് ഈ കളറാണ് ഇപ്പം. ഇതായിരുന്നു എനിക്ക് വേണ്ടത്. ഞാൻ വെയിലത്ത് ഇങ്ങനെ നടക്കുമ്പോ, ഇംഗ്ലണ്ടിൽ വെയിലില്ല ഗായ്സ്, വെയിലടിക്കാൻ. അതാണ് പ്രശ്നം. പിന്നെ വല്ലപ്പോഴും വെയിൽ വരും. വല്ലപ്പോഴും വെയിൽ വരുമ്പോ ഞാൻ പുറത്തിറങ്ങി ഇച്ചിരി തലയൊക്കെ തിളക്കാന്ന് വിചാരിച്ചു, കളർ കാണിക്കാം. അല്ലെങ്കിൽ ആർക്കും അറിയാൻ പറ്റില്ല. കളർ ചെയ്തത് ആരും അറിഞ്ഞില്ല. കളർ ചെയ്തത് കൊണ്ട് ഞാനും, പിന്നെ എനിക്ക് ചെയ്തെന്നൊരു പെൺകുട്ടിക്ക് മാത്രം തന്നെ അറിയാം ഞങ്ങള് കളർ ചെയ്തു. ഇങ്ങനെ എല്ലാവരെയും വെയിലത്ത് വിളിച്ച് ഇങ്ങനെ കാണിക്കും. പോണ വഴിയൊക്കെ വെയിലുണ്ട്. അപ്പൊ വെയിലത്ത് വിളിച്ചിട്ട് ഇങ്ങനെ കാണിക്കും. നിന്റെ അഭിപ്രായത്തിൽ എന്ത് പറയുന്നു സ്റ്റിനി? ഞാൻ ആരൊക്കെ വിളിക്കണം എന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കട്ടെ, എന്നിട്ട് വിളിച്ച് എല്ലാരെയും കാണിക്കണം. എല്ലാരും അറിയട്ടെ ഞാൻ മുടി കളർ ചെയ്തത് അല്ലേ. ഞാൻ ഒന്നും കഴിച്ചില്ല, അതുകൊണ്ട് എനിക്ക് എനർജി ഇല്ല. എനിക്ക് എനർജി ഉണ്ടോ? ഇപ്പൊ എപ്പോഴും ലോ എനർജിയിലായിരിക്കണം, അതുകൊണ്ട് നോ പ്രോബ്ലം. പക്ഷെ അതുപോലല്ല എനിക്ക് ഇച്ചിരി എനർജി വേണം. ഞാൻ 5 മണിക്കൂർ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഇവിടെ സംസാരിക്കണം. 5 മണിക്കൂർ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുമ്പോ എന്തായാലും എനർജി വേണം, കുറെ എനർജി വേണം. എവിടെയെങ്കിലും കഴിക്കാൻ നിർത്തുമായിരിക്കും എന്ന പ്രതീക്ഷയോടെ ബൈ. ഒരു സർവീസസിൽ കയറി ഫുഡ് കഴിച്ചിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര ദൂരമുണ്ട്? ഇനി 2 hours കൂടെ ഉള്ളൂ. 5 hours ഏകദേശം 3 hours ഡ്രൈവ് ചെയ്ത് കഴിച്ചിട്ട് വന്നോണ്ടാണ് നമ്മൾ കുറച്ച് അങ്ങനെ ഇന്നൊരു ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തി. എന്നിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ നൈറ്റ് 10 o'clock ഫ്ലൈറ്റ്. അപ്പോൾ അരുണേട്ടനും മാറസും ഉണ്ട്, അവർ ഞങ്ങളെ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി അവരുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ അവരുടെ വണ്ടിയിൽ ഞങ്ങൾ എയർപോർട്ടിലേക്ക് വന്നതാണ്. ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങൾ തുർക്കിയിലേക്കാണ് പോകുന്നത്. ഒരു 6 day ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഞങ്ങൾ പോകുന്ന ഒരു ചെറിയൊരു ഹോളിഡേ. ഞങ്ങൾ വിസ എടുത്തതും പോകുന്നതും ടിക്കറ്റ്, ഫ്ലൈറ്റ് അതൊന്നും ഞങ്ങൾ ഒരു ഏജൻസി ത്രൂ ഒന്നുമല്ല, ഞങ്ങൾ ഡയറക്റ്റായിട്ട് ഞങ്ങൾ തന്നെ ചെയ്തതാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ ഫ്യൂച്ചറിൽ ചെയ്യാം. പിന്നെ ഇത് വിസയറല്ലേ, വിസയറിന്റെ സ്റ്റാഫ്സിന്റെ ബിഹേവിയർ ഒന്നും പറയാനില്ല. നല്ല മോശം എന്ന് പറഞ്ഞാൽ നല്ല മോശം. റയനെയർ ഇതിലും ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഞങ്ങള് ഇവിടെ നിന്ന് പോയത് ലൂട്ടറിനല്ലേ, സ്റ്റാൻസിഡ് പോയത്. സ്റ്റാൻസിഡ് സ്റ്റാഫ് ഓക്കെയാണ്, ബട്ട് ഇവിടെ എൻ്റെ പൊന്നെ. അങ്ങനെ ഞങ്ങളുടെ ലഗേജ് എക്സ്ട്രാ ആയി. അങ്ങനെ ഒരു ബാക്ക് പാക്ക് മെയിൻ ലഗേജിലേക്ക് ആക്കി. എന്നിട്ട് അതിനകത്ത് അവർ ചോദിച്ചു, നിങ്ങൾക്ക് അതിൽ ഇലക്ട്രോണിക് ഐറ്റംസ് വല്ലതും ഉണ്ടോ, പവർ ബാങ്ക് ഉണ്ടോ, സ്ട്രെയിറ്റ്നർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. പവർ ബാങ്ക് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് പുറത്തെടുത്തു. അത് പുറത്തെടുത്തതിന് ശേഷം ഇവർ ബാഗ് അവിടെ വെച്ച് വെയ് ചെയ്തിട്ട് ഒരു ബാക്ക് പാക്ക് 9 kilograms
മറ്റേ ട്രോളി 11 kilograms ഉണ്ടായിരുന്നു. അപ്പോൾ 10 പറ്റുള്ളൂ, ഒരെണ്ണത്തിൽ 10 പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത് ഓക്കെ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം അവർ ഞങ്ങളെ കൊണ്ട് ആ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളുടെ പവർ ബാങ്കും എല്ലാം എടുപ്പിച്ചതിന് ശേഷം ബാഗ് അവിടെ കൊടുത്ത് ബാഗിലൊരു സ്റ്റിക്കർ ഇതേപോലത്തെ ഈ സ്റ്റിക്കർ ഇട്ടിരുന്നായിരുന്നു. അത് തന്നിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു ഈ ബാഗ് സ്ട്രാപ്പ് ഉള്ളതുകൊണ്ട് ഇത് ലഗേജിൽ വിടാൻ പറ്റില്ല, നിങ്ങളത് ക്യാരി ചെയ്യണമെന്ന്. ഞങ്ങൾ അവിടെ നിന്ന് അത് വീണ്ടും എടുത്ത സാധനങ്ങൾ തിരിച്ചു വെച്ചു. അങ്ങനെ ഒരു 4-5 വട്ടം ഞങ്ങളെ കൊണ്ട് അങ്ങോട്ട് എടുപ്പിച്ചു. സോ ബെറ്റർ ഞങ്ങൾ പൈസയും പേ ചെയ്തു. ബെറ്റർ വരുന്നതിന് മുന്നേ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് വരിക ലഗേജിൻ്റെ കാര്യം. ഞങ്ങൾക്ക് ലഗേജ് ഓക്കെ ആയിരുന്നു, എന്താണെന്നറിയില്ല. ലഗേജ് ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് വെച്ചത്, എന്താണെന്നറിയില്ല. ഒരു 1 kg ഇല്ല, അത് 900 grams ഉള്ളൂ. അപ്പോൾ അത് ഒരു 1 kg ആയിട്ട് എടുത്തു. ഓക്കെ ഫൈൻ. അങ്ങനെ ഞങ്ങളുടെ ബാക്ക് പാക്ക് മെയിൻ ലഗേജ് ആക്കി ഒരെണ്ണം. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഗേറ്റിലേക്ക് പോയി കാണാം. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. 9:30 ബോർഡിങ് ക്ലോസ് ചെയ്യും അവർ. ഇപ്പോൾ 9:15 ആയി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കണം. ഒരു വലിയൊരു ക്യൂ ആണുള്ളത് അകത്തേക്ക്. ഓക്കെ, സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ബോർഡിങ് ടൈം വന്നപ്പോൾ ബോർഡിങ് പാസ് ഞങ്ങളവിടെ കൊടുത്തിട്ട് ഞങ്ങൾ എക്സ്ട്രാ പേ ചെയ്തുല്ലോ. അപ്പോൾ ഈ ബാഗിൽ ഒരു ടാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നതാണ് ഈ ബാഗിന് ടാഗ് ഉണ്ടെങ്കിൽ ഇത് ഓവർസീസിൽ ബാഗ് ആയിരിക്കണം. ഞങ്ങൾ പറഞ്ഞു അതെ, ഞങ്ങൾ അതിന് എക്സ്ട്രാ പേ ചെയ്തു. ഇല്ല, അവർക്ക് റെസിപ്റ്റ് വേണം. റെസിപ്റ്റ് ഞങ്ങളുടെ ഇല്ല. അപ്പോൾ എന്നെ പിന്നെ അവരെന്തൊക്കെയാ പറയണേന്നറിയാമോ? അവർക്ക് അത് കാണണം, ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. അതിനു മുന്നേ ബാഗിൽ കയറി അങ്ങ് പിടിച്ചു അവൻ. ബാഗിൽ കയറി പിടിച്ച് വലിച്ച്. അങ്ങനെ ഞാൻ പേ ചെയ്ത എൻ്റെ പേയ്മെന്റ് ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ട്രാൻസാക്ഷൻ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതാണ് ഞാനിപ്പോൾ പേ ചെയ്തതാണ്, എനിക്ക് അതുകൊണ്ട് ഈ ബാഗ് കൊണ്ടുവരാനായിട്ട് ഞാൻ ഓൾറെഡി പേ ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ അവനോട് സംസാരിച്ചു. അപ്പോൾ പുള്ളി പറയുന്നതാണ് അതെ പക്ഷെ നിനക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ എന്തെന്നാ ഇവര് പറയുന്നത്? ഇവർ ഒരു സെൻസോടെ സംസാരിക്കണ്ടേ? ഒരു സെൻസും ഇല്ലാതെ സംസാരിക്കുന്ന കുറെ സ്റ്റാഫ്സും ഒരു വൃത്തികെട്ട എയർലൈൻസ് എവർ ടെറിബിൾ. സ്റ്റാഫ്സിന്റെ ബിഹേവിയർ പിന്നെ പറയാനില്ല, നല്ല സൂപ്പർ. പെട്ടെന്ന് നമ്മളിങ്ങനെ പാനിക് ആക്കും. നമുക്ക് ഫ്ലൈറ്റ് കിട്ടില്ല, ട്രെയിനൊന്നും ഫ്ലൈറ്റ് കിട്ടില്ല എന്നുള്ള രീതി വരെ ആക്കും അവര്. ഞാൻ എന്തായാലും ഇപ്പൊ ഞങ്ങൾ അകത്തേക്ക് പോകുന്നുള്ളൂ, ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോകുന്നുള്ളൂ. അങ്ങനെ ഞങ്ങള് ഇസ്താംബുളെത്തി. ഇപ്പൊ ജസ്റ്റ് നൗ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പൊ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു സിം എടുക്കണം. ഞങ്ങൾക്ക് ഇനി അടുത്ത ഫ്ലൈറ്റ് ഉണ്ട് ഇവിടുന്ന് കപ്പഡോക്കിയയിലേക്ക്. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകണം. അതവിടെ വെൽക്കം ടു ഇസ്താംബുൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി താഴേക്ക് പോകണം നമുക്ക് ബാഗേജ് കളക്ട് ചെയ്യാനായിട്ട്. ഇവിടെ ഫ്രീ വൈഫൈക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പാസ്പോർട്ട് സ്കാൻ ചെയ്യണം. പാസ്പോർട്ട് സ്കാൻ ചെയ്യുമ്പോൾ അങ്ങനെ ഞങ്ങൾ പാസ്പോർട്ട് സ്കാൻ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് 2 വൈഫൈയുടെ പാസ്വേഡ് കിട്ടി, ഒരു 1 hour യൂസ് ചെയ്യാനുള്ള. ഇമിഗ്രേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോങ് ക്യൂ തന്നെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ബാഗേജ് കളക്ട് ചെയ്യാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളത് 18 വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ 18 നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്ക് അതിനകത്ത് വെൽക്കം ടു ഇസ്താംബുൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ സ്റ്റേനി ബാഗ് എടുക്കാൻ പോയി. ഞാനിവിടെ പോയി നോക്കട്ടെ, എവിടെയോ ഉണ്ടവൻ.
അടുത്തതായിട്ട് ചെയ്യേണ്ടത് ട്രാവൽ കാർഡ് എടുക്കണം. ഇസ്താംബുളിൻ്റെ ഒരു ട്രാവൽ കാർഡ് ഉണ്ട്, അതെടുക്കണം. ടാക്സിയൊക്കെ നമ്മൾ പറ്റിക്കപ്പെടും എന്നാണ് ഞങ്ങൾ കുറേ വീഡിയോസും കുറേ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴൊക്കെ കണ്ടത്. സോ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഞങ്ങൾ ഇവിടെ ഉള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെ യൂസ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ബസ് കാർഡ് എടുക്കാൻ പോകുന്നത്. എയർപോർട്ടിനകത്ത് തന്നെ കിട്ടും, പുറത്തും കിട്ടും. പക്ഷേ എയർപോർട്ടിനകത്ത് നമുക്കത് ടോപ്പപ്പ് ചെയ്ത് തരുന്ന റേറ്റ് ഡിഫറെൻ്റ് ആണ്. പുറത്ത് എല്ലാ ഷോപ്പിലും കിട്ടും, ചെറിയ ചെറിയ ഷോപ്സിൽ വരെ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഞാൻ എന്താണെന്ന് ഇനിയിപ്പോൾ പോയി നോക്കിയിട്ട് തന്നെ മനസ്സിലാവുള്ളൂ. സോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നതാണ്. ട്രാവൽ കാർഡ് എടുക്കുന്നത് ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും. നമുക്ക് അവിടെ ഇരിക്കുന്ന ഒരു കാർഡ്, അവിടെ ഇരിക്കുന്ന ഒരു റെഡ് കാർഡ് കണ്ടോ, ഈ റെഡ് കാർഡ് നമുക്ക് അവർ തരും. പക്ഷെ അതിന് ഇവിടെ ടോപ്പപ്പ് ചെയ്യാനുള്ള ചാർജ് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ അവിടുന്ന് എല്ലാം ഇറങ്ങി ഇതാ എക്സിറ്റിലെടുത്തി. എക്സിറ്റ് ഇവരേതാ സിക്കീസ്ന്നോ അങ്ങനെ കണ്ടത് പറയണം. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല വായിക്കുന്നത്, വാട്ടവർ. അങ്ങനെ വായിച്ചു. ഇവർ ഇംഗ്ലീഷിലാ തുർക്കി എഴുതുന്നത് കേട്ടോ. ഇംഗ്ലീഷ് ലെറ്റേഴ്സിന്റെ മേലെ മറ്റേ കീബോർഡിലൊക്കെ ഇല്ലേ, മേലെയും താഴെയൊക്കെ ഓരോരോ സാധനങ്ങളൊക്കെ വന്നിട്ടുള്ള. അങ്ങോട്ടേക്ക് പോവാം. അവ പോകുന്നതിൻ്റെ കൂടെ പോവാം, അതേ നമുക്കറിയാവൂ. ഓക്കെ, ഇവൻ എന്തെങ്കിലും തിരിയണേ, ഞാനും തിരിയേണ്ടി വരുമല്ലോ. ഇപ്പൊ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ഇവൻ എന്ത് ചെയ്താലും അതേപോലെ ഞാനും ചെയ്യും. മറ്റേ വെട്ടത്തില് മറ്റോളെ ഇല്ലേ ഫ്ലൈറ്റിൽ കയറിയിട്ട്, അതേപോലെ തന്നെ. നമുക്കറിയില്ലല്ലോ, നമുക്ക് വണ്ടി ഉരുട്ടാനും ഇങ്ങനെ പറകടക്കാനും മാത്രമേ അറിയാവുള്ളൂ. നമ്മൾ ഇതാ ആ അപ്പാപ്പൻ ഇരിക്കുന്നില്ലേ എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ട്, അതേപോലെ അവിടെ പോയി ഇരിക്കണം. അയാളടുത്ത് അയാൾക്കെന്ത് തോന്നും, കോപ്പിടിക്കാൻ തോന്നൂലേ. അയാളെന്തോ നോക്കുന്നല്ലോ കേട്ടോ, അയാളെന്തോ പണിയെടുക്കുന്നതാണോ വാട്ടവർ. ടാക്സി വിളിയടാ. ടാക്സി ഡ്രൈവേഴ്സ് എല്ലാം കൺവിൻസിങ് സ്റ്റാർ എന്നാണ് എന്റെ സ്റ്റേനി പറയുന്നത്. അയ്യോ ഇത് നോക്ക്, ശരിയാ, ഇതെന്തോ ഒരു ആശ്രയസാ. അത് വലിയ വലിയ ആശ്രയസാ. ഓക്കെ, ഞങ്ങളിപ്പോൾ പുറത്തേക്ക് പോകുന്നത് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് 11 o'clock-നാണ്. അപ്പോൾ അതിന് മുന്നേ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് മെട്രോയിൽ പോകണമെങ്കിൽ നമുക്കൊരു ട്രാവൽ കാർഡ് എടുക്കണം. ഇസ്താംബുൾ ട്രാവൽ കാർഡ് എന്ന് പറഞ്ഞ ട്രാവൽ കാർഡ് നേരത്തെ കാണിച്ചില്ല, അത് ഇവൻ അറിയാമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇസ്താംബുൾ എയർപോർട്ട് എന്ത് വലിയ എയർപോർട്ടാണ്. അതിന്റെ കാർ പാർക്ക്, അത് എയർപോർട്ട്, ഇത് മെട്രോ, അത് വീണ്ടും എയർപോർട്ട്, അങ്ങോട്ടേക്ക് വീണ്ടും കാർ പാർക്ക്, ചുറ്റി ഇങ്ങനെ കിടക്കുന്നതാണ്. നടന്ന് ഇവിടെ എത്തി. നമ്മൾ മെട്രോ പിടിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോ നമ്മള് ഒരു പള്ളിയുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പള്ളി. പള്ളിയുടെ പേരൊന്നും അറിയില്ല, ചിലപ്പോൾ നമ്മൾ ഐഗ്നറിയിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം ഇതേതാണെന്ന് അറിയില്ല എനിക്ക്. സാറ് പറഞ്ഞു നമ്മൾ പോകും. ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ട്രാവൽ കാർഡ് വാങ്ങിച്ചു. ഇതാണ് ട്രാവൽ കാർഡ്. എന്നിട്ട് ഞങ്ങൾ തൊട്ടടുത്തൊരു വെള്ളം, ഇതാ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത് ഞങ്ങൾ ട്രാവൽ കാർഡ്. എന്നിട്ട് തൊട്ടടുത്ത് വെള്ളം വാങ്ങാനായിട്ട് പോയപ്പോൾ അയാൾ ചോദിച്ചു, ഓ ഡു യു വാണ്ട് വാട്ടർ എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ ഞങ്ങൾ പറയാം അതേന്ന് പറഞ്ഞു. അപ്പോൾ പറയാം എന്താ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് 4 വെള്ളം പുള്ളിയുടെ ഉണ്ടായിരുന്നേ, ഒരു ബോക്സിലുണ്ടായിരുന്നേ 4 വെള്ളം എടുത്തു. അങ്ങനെ ഞങ്ങൾ താങ്ക് യു ഒക്കെ പറഞ്ഞു വന്നു. അയാൾക്ക് സന്തോഷമായി, ഞങ്ങൾക്ക് സന്തോഷമായി. അന്വേഷിച്ചും പുള്ളി തന്നെ പറഞ്ഞു തന്നു എങ്ങോട്ടാണ് പോവേണ്ടേ, ഏത് നമ്പർ ബസ്സാണ് പിടിക്കണ്ടേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഞങ്ങൾ ആദ്യം മെട്രോയിലേക്കാണ് പോയത്. മെട്രോയിലേക്ക് പോയപ്പോഴത്തേക്കും മെട്രോ 6:30 സ്റ്റാർട്ടിങ് ഉള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ച് ഏർലി ആയതുകൊണ്ട്
ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ബസ്സിന് പോകാം. അങ്ങനെ ഞങ്ങൾ ട്രാവൽ കാർഡ് എടുത്തു, ബസ്സിന് പോകാൻ വേണ്ടി പോകുന്നതാണ്. ഞങ്ങളിപ്പോൾ കൺഫ്യൂഷനിലാണുള്ളത്. ഇവിടെ പോകണോ അതോ അവിടെ പോകണോ? ഇവിടെ പോവാ ശനി. ഇത് കുറച്ച് ആക്റ്റീവായിട്ടുള്ള കട കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് തലയോട്ടിയൊക്കെ വെച്ചേക്കണടാ. അല്ലോ പടച്ചോനെ. മട്ടൻ സൂപ്പ് വാങ്ങിയ ആള് തൊട്ടിട്ടില്ല, കുടിച്ചിട്ട് തിരിച്ചു വെച്ചു. ഞാൻ വാങ്ങിച്ച വെജിറ്റബിളിൻ്റെ സൂപ്പ് മാത്രം ചിലവായി. 2 നാൻ എന്നിരുന്നു, അതും കഴിഞ്ഞു. പിന്നെ ഇവർ ഗാർലിക്ക് തരും കേട്ടോ. ഗാർലിക്ക് അരച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനകത്തിടാം. പിന്നെ മുളക്, മറ്റേ കാശ്മീരി ചില്ലിയുടെ, കാശ്മീരി ചില്ലി അല്ല, എന്താ പോലത്തെ ചില്ലി, വറുത്ത മുളകാന്ന് തോന്നും. അത് പൊടിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇട്ട് കഴിക്കും. ഞങ്ങൾ കുറച്ചകത്തിട്ടാൽ. ശരി, എങ്ങനെയുണ്ട് ഫുഡ്? റിവ്യൂ പറയും. ശനി ഇനിയും ഇവിടെ തന്നെ വരുമെന്നാണ് ശനി പറയുന്നത്. അവരായിരിക്കും ഇവിടെ മറ്റേ ഇവര് എന്തൊക്കെ നേടി പണ്ട് ഹോട്ടലിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള സംഭവം. ആരൊക്കെ വന്നു എന്ന് എല്ലാ സംഭവങ്ങളും. ഞങ്ങളിനിയിപ്പോൾ തിരിച്ച് എയർപോർട്ടിലേക്ക് തന്നെ പോകുന്നതാണ്. അപ്പോൾ തുർക്കിഷ് എയർലൈൻസ് ആണ് ഞങ്ങളുടെ എയർലൈൻസ്. അപ്പോൾ അതിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് സെൽഫ് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. ഞങ്ങളങ്ങനെ അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്നതാണ്. തുർക്കിഷ് എയർലൈൻസിൻ്റെ സർവീസസ് ഭയങ്കര നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് 1 hour ഫ്ലൈറ്റിൽ ഫുഡ് കിട്ടി. പിന്നെ ഫ്രീ വൈഫൈ ഉണ്ടായിരുന്നു അകത്ത്. ഫുഡിനോടൊപ്പം സ്റ്റെനി മാംഗോ ജ്യൂസായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ കോഫി പറഞ്ഞു. ശരിക്കും ഈ 1 hour ഫ്ലൈറ്റ് നല്ല ഈസി ഗോയിങ് ആയിരുന്നു. നല്ല കംഫർട്ടബിൾ ആയിരുന്നു നമ്മൾ. പിന്നെ ചീപ്പറായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പെട്ടിയെല്ലാം കളക്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നതാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രൈവർ അവിടെ വെയിറ്റ് ചെയ്യുമെന്നാണ് നമുക്ക് നമ്മുടെ ഹോട്ടലിൽ നിന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കട്ടെ ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന്. പുള്ളി പറഞ്ഞത് അതാണ്. എന്നിട്ട് ഞങ്ങൾ കയറാൻ പോയത് ഇതാണ്. സോ ഇതല്ല, ഇതാണ് നമ്മുടെ ഡ്രൈവർ. വേൾഡ്സ് ബെസ്റ്റ് ഡ്രൈവർ എന്നൊക്കെയാണ് ഞങ്ങളടുത്ത് പറഞ്ഞ്. അപ്പോൾ നോക്കാം ബെസ്റ്റാണോ അല്ലേന്ന്. കാറൊക്കെ കൊള്ളാലോ. ഈ എയർപോർട്ട് പിക്കപ്പിന് ഞങ്ങൾ പേ ചെയ്യുന്നത് 20 euros ആണ്. ഇത് അത്യാവശ്യം ഇവിടുന്ന് ഫുൾ ഫില്ലായിട്ടാണ് നമ്മളിവിടെ നിന്ന് പോകുന്നത്. ഫ്രീ വൈഫൈ ഒക്കെ ഉണ്ടായിരുന്നു. എയർപോർട്ടിൽ നിന്ന് നമ്മുടെ സ്റ്റേയിലേക്ക് നമുക്ക് ഏകദേശം 1 hour ഡ്രൈവ് ഉണ്ട്. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരേ സ്റ്റേയിലേക്കല്ല പോകുന്നത്, ഡിഫറെൻറ്റ് സ്റ്റേയിലേക്കാണ്. അപ്പോൾ അതിൻ്റേതായ ഡിലേയ്സ് ഉണ്ടായിരുന്നു. നമ്മളൊരു 1.5 hour എടുത്തിട്ടാണ് ഞങ്ങളുടെ സ്റ്റേയിലേക്ക് എത്തുന്നത്. എല്ലാവരും ഇറക്കി. ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നാണ് ഇവർ. ഞങ്ങളെ ഈ വണ്ടിയിൽ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് പുള്ളി ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. പുള്ളി ഞങ്ങളുടെ ലഗേജ് എടുത്തിട്ട് ഉള്ളിലേക്ക് പോകുന്നതാണ്. ഇനി നമ്മുടെ ആധാർ എഴുതി വാങ്ങിക്കോ നോക്കിയൊക്കെ. അവിടെ നിന്ന് ഉള്ളിലേക്ക് വന്നു.
ഒരു സ്റ്റൈനി പാസ്പോർട്ടൊക്കെ കൊടുക്കുന്നതാണ് നമ്മുടെ. അതിനുശേഷം നമുക്ക് റൂം തരുമായിരിക്കും. ഇതാണ് ഞങ്ങൾക്ക് തന്ന റിസപ്ഷൻ്റെ തൊട്ടടുത്തുള്ളൊരു റൂം. 3 ദിവസത്തേക്ക് 112 യൂറോസാണ് ഈ റൂമിൻ്റെ കോസ്റ്റ്. നമ്മള് റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ആ ഷോപ്പിൽ എന്തായാലും കയറണമെന്ന് ഞാൻ വിചാരിച്ച. ആ കാർപ്പറ്റിന് താഴെ കാർപ്പറ്റ് ഇട്ടേക്കണുണ്ടോ, അതിന്റെ താഴെ ഒരു ഗിഫ്റ്റ് ഷോപ്പ്, ഗിഫ്റ്റ് അതിന്റെ സാധനങ്ങള്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് ബസ്സിന് വന്നപ്പോ കണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോവാ. അത് അവിടെ പോയിട്ട് കഴിക്കാൻ പോവാ. കാർപ്പറ്റ് നമ്മുടെ നാട്ടിലെ ആനയുടെ നെറ്റിപ്പട്ടം പോലില്ലേ ആ സാധനം അല്ലേ? പക്ഷെ സെറ്റ് സാധനം കേട്ടോ. ഇത് ചോദിക്കാൻ പോകുന്നത്. പക്ഷെ ഈ സാധനം സൂപ്പർ കേട്ടോ. ഇത് വെച്ചിട്ടൊരു ഫോട്ടോഷൂട്ട് ഉണ്ടോ അറിയാമോ? നമുക്ക് നെക്സ്റ്റ് ഷോപ്പിൽ പോവാം. എനിക്ക് ആ ബലൂൺ വേണം. ആ ബലൂൺ എനിക്ക് വേണം. ഒരു ഗിഫ്റ്റ് ഷോപ്പാണെന്ന് പറഞ്ഞു നീ എല്ലായിടത്തും കയറാണല്ലോ. ഇവിടെ കൊറേ ഞാൻ ഈ കാർപ്പറ്റ് നോക്ക്, മേലേക്ക് നോക്ക്, കാർപ്പറ്റ് ഫുള്ള് വെച്ചിട്ടേക്കോ. ഇവിടെ കയറാം. എല്ലാം വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് പറ്റിക്കുന്ന ഒരു ബൂർഷയുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഫസ്റ്റ് കഴിക്കാൻ പോയിട്ട് പിന്നെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വാങ്ങിച്ചു തരുവോടെ? തരുവോ? തുർക്കിഷ് ഐസ്ക്രീം. ആ തുർക്കിഷ് ഐസ്ക്രീം. മറ്റേ പറ്റിക്കുന്നത്. എനിക്ക് പറ്റിക്കപ്പെടാൻ താല്പര്യമില്ല. ഞാൻ പറ്റിക്കപ്പെട്ടിട്ട് ഇപ്പൊ 5 വർഷമാവും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലെത്തി. മേലെ ഒരു പുറത്തേക്കുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു സീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കാൻ തീരുമാനിച്ചു. ഇതാണ് ഇവിടുത്തെ മെനു. മറ്റേ ഇതിലുള്ള വുഡനില്ല കണ്ടോ, നല്ല രസമുണ്ടാ. കൊറേ ഉണ്ട് സാധനങ്ങള്. 2 മാസം ഡയറ്റ് എടുത്തത് ഇന്ന് തീർക്കും. ഒറ്റ ദിവസം കൊണ്ട് തീർക്കും. നമ്മൾ തീർക്കും. എനിക്ക് ചിക്കൻ്റെ മതി കേട്ടോ. എനിക്ക് വേറെ ചിക്കൻ സാധനം കണ്ടുപിടിച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. അതെ, ഇതിന് നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ആക്ച്വലി അതെല്ലാം എന്തെന്നാടാ, അതൊരു റോക്ക് ഫോർമേഷൻസ് ആണ്. അത് ഇവര് ടൂറിസ്റ്റ് ഇതിലേക്ക് എടുത്തു. ഓക്കെ ഓക്കെ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വീഡിയോ കാണുന്ന പോലെയല്ല, നേരത്തെ എന്നാ ഭംഗി. നമ്മളെപ്പോഴാ അത് കാണാൻ പോണേ? നാളെ രാവിലെ പോകും. നാളെ കാണാലോ. എൻ്റെ ടർക്കിഷ് ടീ വന്നു. ടീയുടെ കൂടെ അവർ സ്വീറ്റ് തന്നിട്ടുണ്ട്. ഒരു സ്വീറ്റ് പഞ്ചസാരയുടെ പഞ്ചസാരയുടെ ക്യൂബ് ഉണ്ടോ? ഇത്രയും വേണ്ട, നമ്മൾ ഹാഫ് ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും കുടിച്ചു നോക്കട്ടെ അവിടെ എങ്ങനെയുണ്ടെന്ന്. നോർമൽ നമ്മുടെ നാട്ടിലെ കട്ടൻ ചായ, ടർക്കിഷ് ടീ, നല്ല കട്ടൻ ചായ. 2 ചിക്കൻ സ്ക്യൂവേഴ്സ്, ഇത് ഒരു ഹാഫ് ചിക്കൻ എന്തോ ഒരു സാധനം. പിന്നെ ഇത് ചിക്കൻ കബാബ്, ഇത് ഒരു എന്തൊരു ബുൾഗാർ റൈസ്, പിന്നെ ഓണിയൻ, സോർട്ടഡ് സംതിങ് വെജിറ്റബിൾസ്, സാലഡ്. ദിസ് ഈസ് ക്യാബേജ് പിക്കിൾ, ഇത് ചില്ലി പിക്കിൾ, പിന്നെ ഇത് ഒരു നമ്മുടെ നാട്ടിലെ ഉള്ളി ചമ്മന്തി അതേപോലത്തെ സാധനമില്ലേ, അതിൻ്റെ തക്കാളിയൊക്കെ ഇട്ടിട്ടൊരു സാധനം. പിന്നെ ഇലകളാണ് അവരുടെ മെയിൻ. കഴിച്ചു തുടങ്ങാം. ഇനി കഴിച്ചിട്ട് വേണം. ലാസ്റ്റ് പീസ് ഓഫ് അവർ ഫുഡ്. ടേസ്റ്റാ. ഈ കപ്പില് ഒരു ഇങ്ങനെ ഭയങ്കര നൈസല്ലേ അത്?
റൈസ് ഭയങ്കര വിലയാണ്. അത് 1250 ടർക്കിഷ് ലിവർ. നമ്മളിങ്ങനെ ഇതൊക്കെ കാണാനായിട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ കുറച്ച് ടർക്കിഷ് ലാൻഡാണ് അല്ലേ, Turkish lights. ലൈറ്റ്സ്. ഓക്കെ, ലൈറ്റ്സ് വെച്ചിട്ട് സ്ഥലങ്ങളുണ്ടാകും. ഞങ്ങളൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കും. ഇവിടെ ഇവർ ഈ ഫോർമേഷൻസ് നന്നായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ കേവ് ഹൗസസ്, കേവ് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആക്കിയിട്ട് നല്ല ഭംഗിക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ തിരിച്ച് റൂമിലേക്കാണ് പോകുന്നത്. നൈറ്റ് ഒന്നുകൂടെ ഒരു നൈറ്റ് ലൈഫ് എങ്ങനെയാണെന്നറിയാൻ പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ട്. അപ്പോൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. കാര്യം ഞങ്ങളുടെ താമസിക്കുന്ന റൂമിനൊരു ടെറസ് വ്യൂ ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ അത് കാണാനായിട്ട് ഞാനും ശനിയും വീണ്ടും ഇറങ്ങി. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്, അപ്പോൾ അത് പോയിട്ട് പോകാതെ വെച്ചു. അപ്പോൾ എല്ലാം ഞങ്ങൾ കയറി വന്നപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ കുറച്ച് ഫ്ലവേഴ്സും ഇതൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ നമുക്കിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. മറ്റേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫോട്ടോ എടുക്കാൻ എങ്ങനെ ആയിരിക്കും ഇത്? മോർണിംഗ് സൺറൈസ് ഫോട്ടോ എടുക്കുന്ന ഇവിടെ നിന്ന്. ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ തുർക്കി സീരീസിൻ്റെ ഡേ 1. നാളെ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലൊരു ആക്ടിവിറ്റി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. മോർണിംഗ് 3 o'clock ഒക്കെ ആകുമ്പോൾ എഴുന്നേൽക്കണം. ഇപ്പം തന്നെ ഓൾറെഡി ലേറ്റായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.